വരാൻ മഹാദൈവ അവസരമൊരുക്കിയല്ലോ. The Lord Almighty has blessed all of us to come together for this gathering this morning. ഈ സ്ഥലം സഭയുടെ പാസ്സായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ ഫാമിലി, The pastor of this church and the family, മനോഹരമായിട്ട് പാട്ടുകൾ പാടിയ സഹോദരങ്ങൾ, the worship team that led us in a wonderful time of ഈ worship. ഫെലോഷിപ്പിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. I greet you all in the name of Jesus Christ for everyone who is gathered here. എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. How many of you are happy this morning? ചിലരുടെ മുഖം കണ്ടപ്പോൾ ഒരു മരണ വീട്ടിരിക്കുന്ന പോലെ. Feels like somebody is very sad this morning. ഇവിടെ മലയാളം അറിയാവുന്ന ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? Oh, how many people know Malayalam here? ഓക്കെ, ഒന്ന് എഴുന്നേറ്റ് മുൻപോട്ട് ഇരിക്കാമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. If everybody can just move forward couple rows, it will be എൻ്റെ good, so we will be closer. എൻ്റെ പ്രധാന ശുശ്രൂഷ പിശാചിന്റെ മേൽ അധികാരമാണ്. My main ministry is their authority over Satan. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഭൂതങ്ങൾ ഇളകുമ്പോൾ യേശുവിന്റെ നാമത്തിലൂടെ വരാൻ പറഞ്ഞ പിശാച് ഓടി വരും. In some places, when the Satan tries to, like the demon manifest, when I declare that in the name of Jesus, they come forward. വിശ്വാസികളോട് പറഞ്ഞാൽ അവരിങ്ങനെ നോക്കും, അവര് പോവുമെങ്കിൽ ഞാൻ പോകാന്ന് വിചാരിക്കും. And then when I preach among the believers, they will look to each other. If one person is going, I will also accompany. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പിശാച് എന്നെ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. Sometimes I feel like Satan is more obedient. കാരണം അവൻ ദൈവത്തെ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് വായിക്കുന്നത്. Because it's mentioned in the word of God that Satan trembles before the Lord. ഇന്നത്തെ മീറ്റിംഗിൽ വരേണ്ട ചിലരൊക്കെ ട്രിപ്പിനൊക്കെ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. I heard that a few people were not able to come this morning because they went for the trip. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് പ്രിയ ജോർജ് ബാസ്റ്ററുടെ വീട്ടിലേക്ക് വരുന്നത്. I came to Pastor George's house on last Tuesday evening. This Tuesday evening. ഇന്ന് വൈകിട്ട് തിരിച്ച് ഞാൻ ഷിക്കാഗോയിലേക്ക് പോവുകയാണ്. This evening, going back to Chicago. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണും, ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വരവിൽ കാണും. If God willing, we will see again here. If not, we will see in the second coming of the Lord Jesus Christ. Praise the Lord. നിങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I welcome each and every one in the name of Jesus Christ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് ചിരിച്ചോണ്ട് ചോദിച്ച് സുഖമായിട്ടിരിക്കുന്നോ? Just give a shake hand to the people who are sitting beside you and ask like, are you all right? ഇവിടെ ഇരിക്കുന്ന പലരുടെയും വീടുകളിൽ വന്നു കഴിഞ്ഞു. I was able to come into a lot of people over here in their houses. ഇന്നലെ രാവിലെ നടന്ന മീറ്റിംഗിൽ കർത്താവ് ചിലരെ സൗഖ്യമാക്കി. God was able to heal certain few people during yesterday morning's meeting. മഹാദൈവം ശക്തിയോടെ ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. The Lord Jesus Christ is among our midst with a powerful. എന്നോട് സമയം പറഞ്ഞിട്ടില്ല. Pastor did not tell me the time. പറയാത്തതുകൊണ്ട് അൺലിമിറ്റഡ് ആയിരിക്കും. Since it was not told, and Praise the Lord. granted for unlimited. ആമേൻ. എൻ്റെ പേര് ബൈജു ബാലകൃഷ്ണൻ എന്നാണ്. My name, pastor's name is Baiju Balakrishnan. ഒരു മന്ത്രവാദിയുടെ കൊച്ചുമകനായിട്ട് ജനിക്കാൻ കർത്താവ് സഹായിച്ചു. I was born as a grandson of a witch doctor. ഈ വേദപുസ്തകം എടുത്തതുകൊണ്ട് മാത്രം ഇന്ന് ജീവനോടിരിക്കുകയാണ്. It's only because I took the word of God, the Bible, that's the only reason that I'm alive. ഞാൻ ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC ഹോരേബ് വർഷിപ്പ് സെന്റർ എന്ന സഭയുടെ ശുശ്രൂഷകനാണ്. I am a pastor for a church in India, in Kerala, under IPC, Indian Pentecostal Church. പവർ വിഷൻ പോലെയുള്ള പല ചാനലുകളിലും നിങ്ങൾ സന്ദേശങ്ങൾ കേട്ട് കാണും. I used to give a message in Power Vision channel, which is like a Christian channel back in India. ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത്. It's the first time I'm coming to United States. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1.5 മാസം പോവാ. It's almost like 1.5 months I came to US. അനേകരുടെ വിടുതൽ കാണുവാൻ കർത്താവ് സഹായിച്ചു. Lord helped to see a lot of miracles, deliverance in the people's life. വെള്ളനാട് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ദേശമുണ്ട്. There is a Hindu dominated area in Trivandrum called Vellanad. ഞാൻ വർക്ക് ചെയ്യുന്ന 1 കിലോമീറ്റർ ചുറ്റളവിൽ 14 ക്ഷേത്രങ്ങളുണ്ട്. In the place there where I am ministering, there is almost 14 temples around that place. 2003 ഒരു കൊച്ചു മുറിയിൽ 4 പേര് വെച്ച് ഒരു ചെറിയ പ്രാർത്ഥന ആരംഭിച്ചതാണ്. 2003 I started in a small room with just 4 people and I started the ministry over there. ദൈവം അതിനെ വളർത്തി. God built it. ഒരു അല്പസ്ഥലം മേടിച്ച് അവിടെ ചർച്ചിന് ഫൗണ്ടേഷൻ ഇട്ടു. അവിടെ കേസായി, ആ സ്ഥലം വിൽക്കേണ്ടി വന്നു. I brought a place in the land area there and put a foundation for the church, but
because of the legal issues, I had to sell that. എൻ്റെ അറിവിൽ 3-4 സഭകൾ പൊളിഞ്ഞു പോയൊരു സ്ഥലമാണ് ആ സ്ഥലം. What I have noticed is that there has been couple churches, and all three of them were not able to thrive. പല വീടുകളിലും ഷെഡുകളിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാറി മാറി നടക്കാൻ തുടങ്ങി. Then we continued our gathering, the prayer fellowship, in different houses and different people's houses. ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ട്രാക്റ്റും ബൈബിളുമായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന ഒരാളായിരുന്നു. I was a person who used to evangelize, door to door evangelism. ഒരു പൊളിഞ്ഞ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. I was staying in a very broken house. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. There was a situation that I didn't had any hope forward. രണ്ടാമതൊരു സ്ഥലം മേടിച്ച് ഞങ്ങളൊരു ടെമ്പററി ഷെഡ് ഇടുമ്പോൾ When I brought a second building and put a second site of land and put a temporary meeting tent, 150-150 വിശ്വാസികളെ ദൈവം തന്നു. God gave me around 150 people. ഒരു സൺഡേയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് ഷെഡിലേക്ക് വരുമ്പോൾ One Sunday when I was coming towards the മുൻപോട്ട് വന്നാട്ടെ പ്ലീസ് ഫ്രണ്ട് സൈഡ്. ഒരു സൺഡേ ഞങ്ങൾ ആരാധനയ്ക്ക് ഞങ്ങളുടെ ഷെഡിലേക്ക് വരുമ്പോൾ one Sunday when I was coming towards the our worship tent, 100 കണക്കിന് പോലീസുകാരെ കൊണ്ട് ആ സ്ഥലം നിറഞ്ഞിരുന്നു. there has been a lot of more than hundreds of police people gathered there. ഞങ്ങൾ നിർമ്മിച്ച ഷെഡിലേക്ക് ആരാധനയ്ക്ക് പോലീസുകാർ ഞങ്ങളെ വിട്ടില്ല. They did not allow us to go towards the worship tent that we built it there. പോലീസുകാര് ഞങ്ങളെ നിരന്തരം ആക്രമിക്കുവാൻ തുടങ്ങി. Police was always behind us. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ട പോലീസ് ഞങ്ങൾക്കെതിരായിട്ട് റിപ്പോർട്ടുകൾ എഴുതാൻ തുടങ്ങി. With the police who is supposed to give us the protection, they started giving came against us. Like they started creating report against us. റോഡിന്റെ സൈഡിലും ഒരു വീട്ടുമുറ്റത്തുമായി ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനിൽ ഒരു സൺഡേയിൽ ആരാധിച്ചു. Even one Sunday we worship God near the roadside and in the house, in front of the house, with the protection of police. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്ത് സഭയ്ക്ക് പ്രശ്നമുണ്ടായ ചർച്ചാണ് വെള്ളനാട് IPC ചർച്ച്. It's been in Kerala, the Vellanad IPC Church has gone through a lot of persecutions from. ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വലിയ വാർത്തയായി മാറി. That became a big news in the newspaper and the TV channels. കഠിനമായ ശോധനകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. There was a lot of the difficulties or challenges we went through. ഇന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ Now today on top of a building, ഒരു വലിയ ഹാൾ നിർമ്മിച്ച ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. we have built a big hall on top of that building and worshiping Jesus. വാടകയ്ക്കാണെങ്കിലും 300-ലധികം വിശ്വാസികൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. Even though that is a rented place, we are worshiping almost more than 300 people in that church. IPC ഹോരേബ് വർഷിപ്പ് സെന്റർ വെള്ളനാട് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ യൂട്യൂബിൽ ധാരാളം സന്ദേശങ്ങൾ ശുശ്രൂഷകൾ കാണാൻ പറ്റും. If you look into the YouTube at IPC Horeb Vellanad, you will be able to hear a lot of messages that I have given. ഞാൻ വിവാഹം കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. I married and I have 2 kids. മൂത്ത മകന് ബൾഗേറിയയിൽ മെഡിസിൻ പഠിക്കുകയാണ്. The elder my son is studying medicine in Bulgaria. രണ്ടാമത്തെ മകന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. Second kid is studying in the 10th grade. രണ്ടാമത്തെ മകനെ എൻ്റെ വൈഫ് പ്രസവിക്കുമ്പോൾ When my wife wanted to deliver the second child, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ച് അവളൊരു ക്യാൻസർ രോഗിയായിട്ട് മാറി. during that time she became a cancer patient. നട്ടലിൽ നിന്ന് യൂട്രസ് വരെ വ്യാപിച്ച അബ്ഡോമൻ ട്യൂമർ എന്ന് പറയുന്ന ഒരു അസാധാരണമായ മുഴയായിരുന്നു അത്. There was a tumor that passed all around from the back to the uterus, and that was a very like a very specific kind of a tumor. വൈദ്യശാസ്ത്രം കൈമലർത്തി കാണിച്ചു. The science said that they cannot do anything much on that. ഡോക്ടേഴ്സ് എൻ്റെ വൈഫിനെ പഠിക്കാനായിട്ട് വീഡിയോകളുമായിട്ട് വന്നു. Doctors came to study my pastor's wife to see what is going on. വളരെ ഗുരുതരമായ സിറ്റുവേഷനിലെത്തി, ബ്ലീഡിങ്ങുകൾ നിലയ്ക്കാതെ വന്നു. There was a situation and that the bleeding could not stop. അവസാനം 10 ദിവസം എൻ്റെ വൈഫ് വെന്റിലേറ്ററിൽ കിടന്നു. And almost 10 days my wife was in the ventilator. ദിവസങ്ങൾ കഴിയും തോറും ശരീരത്തിന്റെ അവസ്ഥ മോശമാകാൻ തുടങ്ങി. As the days went by, the body situation started to change. 8ാമത്തെ മാസമായപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ജീവിക്കില്ല എന്നൊരു അവസ്ഥ വന്നു. 90% ആൾ ഔട്ടായി. Almost like after 8 months,
she was in a situation that like she cannot live without the support of ventilator, and it was like 90% of the body was weak. O നെഗറ്റീവ് റയർ ഗ്രൂപ്പ് ആയിരുന്നു അവിടെ ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് കിട്ടാതെ വന്നു. Her blood group was O negative, and it was very hard to get a blood for the transplant. അങ്ങനെ സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് ഞാൻ സംസാരിച്ചത് നിമിത്തം പാസ്റ്റർമാർക്ക് പ്രാർത്ഥിക്കാൻ സ്പെഷ്യൽ പാസ് തന്നു. Because I talked with the authorities, they gave us a special pass to go to pastor's wife and pray so that pastors could go there and pray. ബിൽസൺ ബന്നി എന്ന അനുഗ്രഹീത കർത്തൃദാസൻ വെന്റിലേറ്റർ ഐസിൽ പ്രാർത്ഥിക്കുമ്പോൾ 40% ഓക്സിജന്റെ അളവ് തിരിച്ചു വന്നു. When the well-known pastor called Wilson Benny, when he was praying for pastor's wife in that ventilator, the oxygen level came back to 40%. അവസാനം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ എഴുതി വെച്ച് വെന്റിലേറ്റർ ഐസിൽ കിടന്ന എൻ്റെ വൈഫിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. Then at that moment I wrote them that okay, pastor will take care of the risk, and wanted to bring pastor's wife out of the ventilator. ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം എനിക്കെതിരായിട്ട് മാറി. All the supporting pastors were against me. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററുടെ മോൻ പറഞ്ഞു, ബൈജു ഇത് ദൈവത്തെ പരീക്ഷിക്കരുത്, എനിക്ക് സീരിയസ് ആണ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവനാമം ദൂഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. So even the center pastor, the senior pastors, children told me that don't test God. If something happens to pastor's wife, that will be upon the pastor. ക്യാൻസർ എന്ന് തെളിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസമേ അവൾ ജീവിക്കൂ, റേഡിയേഷൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ് RSSലേക്ക് റെഫർ ചെയ്തപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. Even the cancer patient, the cancer research center told that it's only 6 more months your wife will be living. That's the time pastor took the wife back home. രണ്ട് സൈഡിൽ നിന്ന് പിടിക്കാതെ അവൾക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. Pastor's wife was not able to walk without the help of 2 people. ഒരാളുടെ സഹായമില്ലാതെ ചരിഞ്ഞു നടക്കാൻ പറ്റില്ല. Was not able to even turn to one side without help of another person. വളരെ ഭയാനകരമായ ഒരു അന്തരീക്ഷം. There has been a very difficult situation. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് ഇത് പറയുന്നെങ്കിലും Even though I tell that in a very simple manner this morning, കഠിനമായ വേദനയിലൂടെ കടന്നുപോയി. there has been a lot of difficult time that I went through. മരിക്കും എന്നുറപ്പായി. Pastor felt that she's going to die. എല്ലാ മെഡിസിനും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. Pastor stopped all the medicine. ഞാൻ പറഞ്ഞു എന്തായാലും മരിക്കും, പക്ഷെ പ്രാർത്ഥിച്ച് മരിക്കാം. Pastor was telling that anyway the doctors are telling you're going to die, so let's die without medicine. 21 days 21 ഉപവാസ പ്രാർത്ഥന വെച്ചു. Conducted 21 days of fasting prayer. അന്നൊരു വീട്ടിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഷെഡ് ഇരുന്നത്. That time our house was on top of a building. അന്ന് 150 വിശ്വാസികൾ ഉണ്ടായിരുന്നു. That time we had almost 150 people gathering in that ഒരു place. ഭാഗത്ത് സഭയ്ക്കെതിരെയുള്ള പോലീസ് കേസുകളും പ്രശ്നങ്ങളും, In one side there has been a lot of police case and investigations going on, ഒരു ഭാഗത്ത് എൻ്റെ വൈഫിന്റെ ക്യാൻസർ രോഗം. and in the other side it is the cancer from pastor's wife. എൻ്റെ വൈഫിന് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ ഡോക്ടർമാർ അന്വേഷിച്ചു. So when pastor's wife was diagnosed with the cancer, the doctors was looking for pastor. അന്ന് എനിക്ക് ബൈക്കേ ഉണ്ടായിരുന്നുള്ളൂ. That time pastor had only a bike. ഞാൻ ഡ്രസ്സ് എടുക്കാനോ മറ്റോ ഞാൻ വീട്ടിലേക്ക് വന്നിരുന്നു. So pastor went back to home to get some clothes or something. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് As he was going back, ഒരു പെൺകുട്ടി കുറുകെ ചാടി എൻ്റെ ബൈക്ക് ആ പെൺകുട്ടി ഇടിച്ച് ഞാനും അവളും ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. so as I was going back, I had an accident because a little girl jumped in front of the road, and both a pastor and the little girl was admitted in the hospital. തീച്ചൂള എന്തെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. That time I understood what is the fiery furnace. ഹൈക്കോടതിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് കൊല്ലം കല്ലമ്പലത്ത് വെച്ച് ഡിവൈഡറിൽ കാർ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് ഓർമ്മ വന്നപ്പോൾ ഞാൻ 108 ആംബുലൻസിനകത്താണ്. So when I was coming from that high court for the legal issues, and I had an accident, then when I remember I was inside an ambulance. കഷ്ടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. I barely escaped from the death. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം, During the 11th day of the fasting prayer, എല്ലാ ദിവസവും പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ. there were always pastors there to preach. ദേവരാജൻ എന്നൊരു പാസ്റ്റർ 11ാമത്തെ ദിവസം പ്രസംഗിക്കാൻ വന്നു. There was a pastor called Devaraj. He came on the 11th day. അദ്ദേഹം പ്രസംഗത്തിന്റെ ഒടുവിൽ എല്ലാവരും എഴുന്നേൽക്കാൻ പറഞ്ഞു.
after the conclusion of the message, Pastor said, everybody get up. നമ്മുടെ നാട്ടിൽ അമേരിക്കയിൽ ആരാധിക്കുന്ന പോലെയൊന്നുമല്ല, നൃത്തം ചെയ്ത് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. In our places, they were worshiping God with clapping their hands and even dancing and worshiping God. നമ്മളൊന്നും അധികം കൈയടിക്കില്ല, കാരണം കയ്യിലെ ഡ്രസ്സും എല്ലാം ചുളുങ്ങിപ്പോയാലോ. Sometimes we don't clap much because we might think that my clothes may get wrinkles. നമ്മുടെ സ്റ്റാൻഡേർഡും എല്ലാം പോയാലോ. Even we might think that will it cause my standard to go down. പണ്ട് പെട്ടകം കണ്ടപ്പോൾ ദാവീദ് രാജാവ് രാജകീയമായ പ്രൗഢി മാറ്റിവെച്ച് നൃത്തം ചെയ്ത് നമ്മൾ ബൈബിൾ വായിക്കും. When we read the word of God, we see that the David, when he saw the ark of God, he just kept away all the kingly clothes and worship God. ഞാനൊക്കെ മണിക്കൂറുകൾ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്ന ഒരാളാണ്. I like to worship Lord Almighty. I was worshiping God. ആ ആരാധനയുടെ നടുവിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വൈഫ് ശരീരം വിട്ട് നിയന്ത്രണം വിട്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. During that worship time, I saw that my pastor's wife was able to worship God in spirit without having a control over her physical body. കാല് നിലത്ത് തൊടാതെ ഇങ്ങനെ തുള്ളിച്ചാടുന്നു, ഇത്രയും സീരിയസ് ആയ രോഗി. And even though she was really sick, she started to jump and praise the Lord. എനിക്ക് ദേഷ്യം വന്നു. Pastor got a little upset at her. ഇവക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ, സൈലന്റ് ആയിട്ട് പ്രാർത്ഥിച്ചൂടെ എന്ന് വിചാരിച്ചു. Pastor thought that why are you not concerned about your weak body? Why don't you just worship God silently? ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് അവരുടെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ, സൈലന്റ് ആയിട്ട് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചു. After the meeting, Pastor went to her wife and asked, like, why did you jump? Why it's gonna hurt you? ചരിഞ്ഞു കിടക്കുമ്പം ഈ സൈഡിൽ ഫൈബ്രോയിഡ് ഇങ്ങനെ തള്ളി വരുമായിരുന്നു. When she used to sleep on the side, the tumor used to push her body sideways. ഈ ഭാഗമെല്ലാം സ്റ്റിച്ച് പഴുത്ത് ഇൻഫെക്ഷനൊക്കെ തുടച്ചിട്ടാ അവളെ കൊണ്ടിരുത്തിയത്. So because of the operation, there was stitches and there was infections also. That meeting, when she was sitting, we dressed her up with the medicine and that's how we placed her there. അവളിങ്ങനെ കുനിഞ്ഞ് പ്രസവിച്ച് പറഞ്ഞു, ആ മുഴ അവിടെ ഇല്ലെന്ന് തോന്നുന്നു പറഞ്ഞു. Amen. And that, like, she said that after like bowing forward and said that I feel like that tumor is no more there. ഇനി കുറച്ചുകൂടെ ഭയമായി. Pastor was afraid more. മുഴ പൊട്ടിയാൽ, ക്യാൻസറിന്റെ മുഴ പൊട്ടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നേഴ്സുമാരും ഡോക്ടേഴ്സും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. So Pastor was thinking that the nurses or doctors who are here can know that if the tumor cell break out, it is going to be really bad. വീട്ടിൽ വന്നപ്പോൾ വാഷ്റൂമിൽ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ബ്ലീഡിംഗ് ഉണ്ടോ നോക്കാൻ. ചെക്ക് ചെയ്ത് ബ്ലീഡിംഗ് ഉണ്ടായില്ല. So once they reached home, went to the restroom and checked that is there any bleeding, and there is no bleeding. ഈ ജൂലൈ മാസം 4-ാം തീയതി ആയപ്പോൾ വർഷം 15 This July 4th, it is 15 years right now. ഇന്ന് വരെ ക്യാൻസറിന് വേണ്ടി ചികിത്സിച്ചിട്ടില്ല. After that, Pastor was never treated for cancer again. നിങ്ങൾ മനസ്സിൽ ചോദിച്ചു, ആളിപ്പോ ഉണ്ടോന്ന്. I mean, for now, you might be thinking, are they alive right now? എന്നെക്കാൾ ആരോഗ്യത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുക. Amen. My wife, Pastor's wife, is preaching. God with more energy than me. ഇന്നൊരു സന്തോഷമില്ല, തട്ടിപ്പോയെന്നാ വിചാരിച്ചേ. Are you all happy? Amen. ഇന്ന് എന്റെ ശുശ്രൂഷയിൽ അനേക ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുക. Amen. Today, during the pastor's ministry, there are a lot of cancer patients God is healing. UK പല പ്രാവശ്യം കർത്താവിനെ അയച്ചു. God sent pastor several times to UK. പല അറേബ്യ രാജ്യങ്ങൾ ദൈവം അയച്ചു. God sent pastor to Middle Eastern countries several times. UK 4 ക്യാൻസർ രോഗികളാണ് ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കിയത്. I mean, in UK, God healed miraculously 4 cancer patients. അതിൽ ആംഗോസ് എന്നൊരു സായിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ട്യൂമർ സെക്കൻഡ് സ്റ്റേജ് ദൈവം സൗഖ്യമാക്കി. There was a person named Angos, and God healed him from the second stage of brain cancer. ഒരു പാസ്റ്ററുടെ വൈഫ് കവളിനകത്ത് ക്യാൻസർ ആയിരുന്നു. പിശാച് വെളിപ്പെട്ടു. കവളിലുള്ള ക്യാൻസറിന്റെ ഫൈബ്രോയിഡ് പൊട്ടിച്ചു മാറ്റി കംപ്ലീറ്റ് സൗഖ്യമായി. I mean, there was a pastor's wife who had a cancer inside her mouth. God healed her completely from the cancer. ഈ ഡാളസിൽ കഴിഞ്ഞ ദിവസം 2 മെന്റൽ രോഗികളെ ദൈവം സൗഖ്യമാക്കി. In Dallas, 2 mental patients were healed by Jesus. ഒരു 10-20 പേർക്ക് ഇവിടെ ഭൂതങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റി കഴിഞ്ഞു. Almost like 10 to 20 people, God delivered them from attack. ഇവിടെ ആളുകൾക്ക് സാമ്പത്തികമുണ്ട്. And many times people have wealth. പക്ഷെ പലർക്കും സമാധാനമില്ല. Many people don't have
peace. പല കുടുംബങ്ങളും ബന്ധിക്കപ്പെട്ട് കിടക്കുക. Many families are under bondage. ഇന്നലെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഷിക്കാഗോയിൽ IPC ഹെബ്രോനിൽ 4 ദിവസം കൺവെൻഷൻ പ്രസംഗിച്ചു. ആനുവൽ കൺവെൻഷൻ ഞാനായിരുന്നു പ്രസംഗിച്ചത്. Pastor preached among IPC convention, which was for 4 days in Chicago. ഇന്നലെ രാത്രി എനിക്ക് അവിടുത്തെ സെക്രട്ടറി മെസ്സേജ് അയച്ചു. അത്ഭുത വിടുതലുകൾ പല ഭവനങ്ങളും നടന്നു കഴിഞ്ഞു. The secretary from that church texted me yesterday night that God healed and delivered a lot of people during ഈ that meeting. കൂട്ടായ്മയ്ക്കകത്തും കർത്താവിന് വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. I believe that even today's meeting, God's presence is there. ബൈജു ബാലകൃഷ്ണൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. Pastor Baiju Balakrishnan is a common man. ഞാനൊരു യേശുവിനെ ചുമക്കുന്ന കഴുത മാത്രമാണ്. Pastor, I'm a servant who is, I'm a donkey who is carrying Jesus. നിങ്ങളോട് സംസാരിക്കുന്നത് മഹാദൈവമാണ്. God is going to speak to you. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ഈ ഡിട്രോയിറ്റിൽ വരാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. God has given me a blessing to come to Detroit also. PC നാക്കിൽ വെച്ചാണ് പ്രിയ പാസ്റ്ററേയും കർത്താവിന്റെ ദാസിയൊക്കെ പരിചയപ്പെടുന്നത്. I was able to meet Pastor and Pastor Andy when they came to PC NAC. താഴെ PC നാക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ മോളിൽ പ്രാർത്ഥനയിലായിരുന്നു. So when the PC NAC is a Pentecostal conference for Carolites, and when that was going on, they were praying upstairs. 2-3 വേറെ റൂമുകളിൽ ഫാമിലീസിനെ പിശാച് ഒഴിപ്പിക്കാൻ കർത്താവ് സഹായിച്ചു. താഴെ മീറ്റിംഗ് നടക്കുമ്പോൾ God was able to use Pastor to deliver a lot of people when the meeting was going on in other rooms. വളരെ നിഷ്കളങ്കതയോടെ കർത്താവിന് വേല ചെയ്യുന്ന ഒരു ദൈവദാസന്റെ കുടുംബത്തെയാണ് ഞാൻ ദേശത്ത് കണ്ടത്. I saw here a pastor who is faithfully serving God. അവര് സമയം നോക്കാതെ മുഴങ്കാലിൽ നിന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു അവരുടെ വീട്ടിൽ വെച്ച്. I was able to see that they were, without even looking the time, they were kneeling down and praying for the believers in this church. ആത്മീയ ഗോളത്തിൽ മിടുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. In the spiritual world, there are a lot of people who are very good. പക്ഷേ വിശുദ്ധന്മാർ വളരെ കുറവാണ്. There is only few there who are standing holy for God. ഞാൻ IPCയിലെ പാസ്റ്റർ ആണല്ലോ. I'm a pastor from the IPC. പൊളിറ്റിക്സ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. There are a lot of people who play politics. ഞാനിങ്ങനെ പറഞ്ഞു, നരകത്തിൽ പോകാനും ആള് വേണ്ടേ? Sometimes I used to think that there will be പൊളിറ്റിക്സ് കളിക്കുന്ന ഒരെണ്ണം സ്വർഗത്തിൽ പോവില്ല. if the pastors are playing politics, they won't go to heaven. പോയാൽ ആദ്യം അവിടെ ചെന്ന ഉടനെ കർത്താവിനെ എങ്ങനെ താഴെ ഇറക്കാൻ നോക്കും. Because if they are the people who will play politics, they will think that if I go to heaven, then they will think that how can I get the place of heaven? പിന്നെ വേറൊരു ഭൂമി ഉണ്ടാക്കട്ടെ, ഗതികേട് ദൈവത്തിന് വരും. Then God has to think about another earth. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുപോകില്ല എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. I just want to mention that whoever plays politics in church won't be able to go to heaven. ഞാൻ IPC കുമ്പനാട് ഹെബ്രോനിൽ പ്രസംഗിക്കുന്ന ഒരാളാ. I preach in the IPC center meetings. KC ജോൺ ബാസ് ചർച്ചിലും KC തോമസ് ബാസ് ചർച്ചിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാ. Pastor preaches in the KC John Pastor, KC Thomas pastors who are the chiefs of the IPC church. എല്ലാ സ്ഥലത്തും ഞാൻ ഈ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. Every places I used to mention this message. സാത്താൻ അവന്റെ ഏജന്റുകളെ പെന്തക്കോസ്തിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. Satan is building up a lot of his agents among the ഏത് വിധേനയും കർത്താവിന്റെ അടുക്കൽ നമുക്ക് ചെല്ലണം പ്രിയപ്പെട്ടവരെ. And my dear brothers and sisters, somehow we have to live a life and be with the Lord Jesus Christ. ഉറക്കം വരുന്നവർ സ്തോത്രം പറ. ഹല്ലേലൂയ. Let's give praise to Jesus. ഉറക്കം വരുന്നവർ സ്തോത്രം പറയാനാണ് പറഞ്ഞത്. Pastor. മലയാളം അറിയാത്തവർക്ക് അബദ്ധം പറ്റി. Praise the Lord. സഹോദരിമാർ കഴിവുള്ളത് മാക്സിമം നിങ്ങളുടെ തലയിൽ സ്കാർഫ് ഇട്ടിരിക്കണം. അത് ബൈബിളിലെ വ്യവസ്ഥയാണ്. God, it's mentioned that the ladies should wear scarf on their head. അത് ഭയങ്കര ഉപദേശമാണ് ബൈബിളിനകത്ത്. It is a teaching from the word of God. കഴിഞ്ഞ ദിവസം 1-2 വീടുകൾ വന്നപ്പോൾ സ്കാർഫ് ഇടാൻ പഠിപ്പിച്ചു. ചിലരൊക്കെ സ്കാർഫ് ഇട്ടിട്ടുണ്ട്. The other day, a couple days ago, I went to some of the houses and I was able to teach them to put scarf over their head. ഞാനൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, ഹൗസ് വിസിറ്റിംഗിന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഒരു സഹോദരി എന്തോ എടുത്ത് തലയിൽ ഇടുന്ന കണ്ടു. When I was there and I said that let's pray, I saw that woman in the house was putting ഒരു കാല് ഇവിടെ ഒരു കാല് ബാക്കിൽ പാൻ്റായിരുന്നു. she was in a fast, she was putting something, but it was a pan over her head. അമേരിക്കൻ കൾച്ചർ അത് പറയുന്നില്ലായിരിക്കാം, പക്ഷെ ബൈബിൾ കൾച്ചർ അത് പഠിപ്പിക്കുന്നു. I mean,
maybe American culture won't be teaching that, but the biblical culture teaches that. നിങ്ങൾ കർശനമായും സഹോദരിമാർ തലയിൽ മൂടുപടം ഇട്ടിരിക്കണം. So it is a blessing for all the women in the house to put a headscarf over their head. അത് നിങ്ങൾ ശീലമാക്കണം. Try to practice that in your life. അതിന് രണ്ട് കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത്. There is two things God is telling. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 4-ാമത്തെ വാക്യത്തിലും 13-ാമത്തെ വാക്യത്തിലും 1 Corinthians, please repeat that. 1 Corinthians chapter 11 verse 4 and 13. 1 Corinthians chapter 4 verse 11 and 13. Chapter 11 Chapter 11, verse 4 chapter 11 verse 4 and 13. and 13. വായിക്കണമെന്നില്ല. Oh, അവിടെ എഴുതിയിരിക്കുന്നത് in that it's written, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. it's mentioned that if somebody, the woman who is not covering her head and praying or prophesying is സ്ത്രീയുടെ destroying തല the head. ആരാണ്? Who is the head of a woman? പുരുഷനാണ്. It's the man. അപ്പൊ എൻ്റെ ഭർത്താവിന് നട്ടലുറപ്പില്ല എന്നുള്ളതിന്റെ അടയാളമാണ് സ്ത്രീ മൂടുപടമില്ലാതിരിക്കുന്നത്. When the woman and the wife does not put the head scarf, it is implicating that my husband is not qualified. ഞാനാണ് ഈ കുടുംബത്തിന്റെ നായകൻ എന്നതാണ് അത് കാണിക്കുന്നത്. What does that do is that the the wife is telling that I am the head of the house. രണ്ടാമത്തെ കാര്യം, What is the second thing? ബാബിലോണിയ മതത്തിൽ നിന്നാണ് 3-ാം നൂറ്റാണ്ടിൽ നൂറുകണക്കിന് ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു വരുന്നത്. During the second AD time, that lot of people from the Babylonian background came to Christ. ബാബിലോണിൽ മുടിനീട്ടി വളർത്തിയ സ്ത്രീകൾ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഇരുന്നാൽ അവരിൽ ദേവന്മാർ കയറുമായിരുന്നു. So in Babylonian time, like if the woman who had really long hairs and then they sit in the temple, they used to believe that the Lord from those temples used to get into their life. ഞാൻ ഈ പിശാചൊഴിപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകുമ്പോൾ സഹോദരിമാർ ആദ്യം ചെയ്യുന്നത് സ്കാർഫ് വലിച്ച് താഴെ ഇട്ടിട്ട് മുടി പിരുത്തങ്ങിടും. When pastor is doing the ministry and when people manifest, what people does is that they put out the scarf and they move their hair so badly and start moving. അപ്പോൾ ഈ ദേവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി നീട്ടി വളർത്തിയ സ്ത്രീകളിൽ കയറിയിരിക്കാൻ. It signifies that the devil likes to go and stay over the woman who has really long hairs. മൂന്നാമത്തെ കാര്യം, Third reason, ദൈവത്തിന്റെ ഡയറക്റ്റ് ഇമേജ് ആണ് പുരുഷൻ. the man is the direct image of God. അതിന് എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രതിച്ഛായയാണ് പുരുഷൻ. It has an express like in that meaning is that the man is a direct expression of പക്ഷെ God, സ്ത്രീ പുരുഷന്റെ ഡയറക്ഷനാണ്. but woman is the direction from man. അതുകൊണ്ട് പുരുഷന് മൂടുപടത്തിന്റെ ആവശ്യമില്ല. That's the reason the man does not want a head covering. സഹോദരിമാർ നിർബന്ധമായി ധരിച്ചിരിക്കണം. I encourage the woman to have the head covering. ചിലർ പറയും ബൈബിൾ അങ്ങനെയൊക്കെ പറയും, ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. The only thing I want to remind is that even maybe we can argue that even though Bible says that it's I don't want to wear it, we won't be able to go to heaven. നിങ്ങൾ ഈ അമേരിക്കയിലെ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ മൂടുപടം ഇല്ലാത്ത സഭകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ നരകത്തിൽ പോകുന്നു ചോദിച്ചാൽ യേശു വരുന്നത് ഒരു ചെറിയ ഗ്രൂപ്പിനെ ചേർക്കാനാണ്, വേർപെട്ട ജനത്തെ ചേർക്കാൻ. So now you might argue that there are a lot of people who doesn't wear that. So are you telling that everybody is going to hell? What I wanted to encourage is that Jesus is coming to gather a very small group. ഞാൻ മന്ത്രവാദികൾ കൊച്ചുമോനായതുകൊണ്ട് വചനം മുഖം നോക്കാതെ പറയുന്ന ഒരു ശീലം എനിക്കുണ്ട്. Since I am pastor is a grandson of a witch doctor, I just proclaim the word of God without fear. അതുകൊണ്ട് വചനം നന്നായി മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് നമുക്കൊരു ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. Amen. If everybody lean onto the word of God and obey and move forward, it will be a blessing. അമേരിക്കയിൽ ഒരു കൾച്ചർ, UK ഒരു കൾച്ചർ, കേരളത്തിനൊരു കൾച്ചർ, തമിഴ്നാടിനൊരു കൾച്ചർ, പക്ഷെ ബൈബിളിന് ഒറ്റ കൾച്ചറേ ഉള്ളൂ. We can have different cultures in different parts of the world, but Bible has only one culture. നമ്മൾ ഇന്നുപോലെ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. Let us get into the word of God. എല്ലാവരും സന്തോഷമാണോ? Is everybody happy? അനുഭവം കേട്ടപ്പം കൊള്ളായിരുന്നു. When you mentioned about the testimony, it was good.
പക്ഷെ ഉപദേശം കേട്ടപ്പോൾ ചെറിയൊരു വിഷമം പോലെ. But when everybody heard the doctrine, it seems to be a little difficult. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കണം. Everybody, please be seated. എന്നെ ക്ഷണിച്ച പാസ്റ്റർക്കും ആന്റിക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. I want to send greetings to Pastor George and Pastor's wife for inviting me. പല ടൈപ്പ് ഫുഡുകളാണ് എനിക്ക് ദിവസം ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. They've been feeding me with variety of food. എനിക്ക് ഒരു യോഗ്യതയുമില്ല വാസ്തവത്തിൽ ഇവിടെ നിൽക്കാൻ. Amen. I don't feel like any qualifications to stand here. ഞാൻ ഇന്നലെ വൈകിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. Yesterday evening, Pastor was able to meet me. ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ് പാസ്റ്ററുടെ മരുമോൻ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ കുറച്ചുകൂടെ സന്തോഷമായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ. Amen. Praise God. Amen. ഉള്ളിലിരിപ്പ് നമുക്ക് അറിഞ്ഞുവിടാ. God is good. വളരെ നന്നായി വർഷിപ്പ് ചെയ്യുന്ന ഒരു സഹോദരി. Amen. And my pastor's daughter worship God Almighty. ഞാൻ വെറുതെ പറഞ്ഞതല്ല. I'm not just telling simply. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. Praise. Let God multiply. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കും. God is going to bless this church. കാരണം ദൈവദാസനും കുടുംബവും സമയം നോക്കാതെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. I saw Pastor George and family was praying for this church without checking the ഇവിടുത്തെ time. കർത്തൃദാസി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. I was able to see that Pastor's wife was able to pray with a burdened heart for the church. Praise the Lord. Praise God. ദൈവം അനുവദിക്കുന്നെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ ഈ രാജ്യത്ത് ഉണ്ടാകുകയുള്ളൂ. If God willing, I'll be here in this United States for a couple more days. വളരുന്നൊരു സഭയാണ് ഞങ്ങളുടെ ദൈവസഭ. Amen. Our church is a growing church. എല്ലാ ഞായറാഴ്ചയും പുതിയ ആത്മാക്കളെ ദൈവം തരുന്ന സഭയാ. God is giving many new believers mostly every week. ഹിന്ദുക്കളുടെ ദേശം എന്ന് ഓർക്കണം. Our place is prominent with Hindu people. അതുകൊണ്ട് എനിക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല. Pastor won't be able to stay for a long ഞങ്ങൾക്ക് 3-4 ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. I do have a ministry back in India in couple places, more than 3 or 4 places. ഞങ്ങൾക്ക് ഒരിടത്തും പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് ബിൽഡിംഗ് ആയിട്ടില്ല. ഞങ്ങൾ പരിശ്രമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Pastor said that they don't have a private property. They are renting all the property over there. നിങ്ങൾ ഓർക്കുമ്പോൾ ഒരു സ്തോത്രം ചെയ്തേക്കണം. കാരണം ജാതികളുടെ നടുവിലാണ് വർക്ക് ചെയ്യുന്നത്. Amen. As a church, I request everyone to pray for us and bless us because we are worshiping God among the Hindu people. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല സുവിശേഷയ്ക്ക് വേലയ്ക്ക് പ്രശ്നം. ധാരാളം ഏരിയകളിൽ പ്രശ്നങ്ങളുണ്ട്. It's not just in North India there is this difficulty, but it's all over in India there is difficulties. ഇപ്പം ഞാൻ കേരള പോലീസിലെ സൈബർ ഓൾഡറായിട്ട് വർക്ക് ചെയ്യാം. Now I work also with Kerala Police. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് മെമ്പറാണ്. And also a member among the Human Rights Committee. നിയമസഭയ്ക്കകത്ത് വരെ എനിക്ക് പെർമിഷൻ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. The government has given me membership to, has a pass to go into the members of the assembly. ഇന്ന് ആരുടെ മുമ്പിലും തലകുനിക്കാതെ നിൽക്കാൻ കർത്താവ് സഹായിക്കുന്നു കൃപയാൽ. God is helping me to stand before anybody before bowing down. നമുക്ക് തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. Let us get into the word of God. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. Let us read Hebrews chapter 11 verse 6. Hebrews chapter 11 verse 6. ആമേൻ. ഞാനിവിടെ വന്ന ഉടനെ പാസ്റ്ററോട് ചോദിച്ചു നമ്മുടെ ചർച്ചിൽ മലയാളികളുണ്ടോ എന്ന് ചോദിച്ചു. As I came here, I asked Pastor, are there Malayalis in this church? പാസ്റ്റർ പറഞ്ഞു കുറവാണ്, പക്ഷെ ഇപ്പോൾ ഒത്തിരി മലയാളികൾ ഇരിക്കുക. Pastor was mentioning that there is not many, but ആദ്യമായിട്ട് വന്നവരാകാം, നിങ്ങളൊക്കെ ഞാൻ വന്ദനം ചെയ്യുകയാണ്. I just invite everyone here this morning. ആന്ധ്രാപ്രദേശിലുള്ളവരുണ്ട്. There are people from Andhra Pradesh. മറ്റ് ഈ രാജ്യത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരുണ്ട്. എല്ലാവരെയും വന്ദനം ചെയ്യുക. I just welcome everyone who was born and brought up here or different parts of the world. I welcome everyone. എല്ലാ കണ്ണുകളും അടച്ചവരും ഒക്കെ പ്രാർത്ഥിക്കാം. Let us pray. Let us all close our eyes and സ്വർഗീയ pray. പിതാവേ ഞങ്ങളോട് സംസാരിക്കണമേ. Heavenly Father, speak to us. അടിയന്റെ അധരത്തെ ദൈവം തുറക്കണമേ. Holy Spirit, speak. Open my mouth. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം അങ്ങയുടെ ജനത്തെ സ്പർശിക്കുമാറാകണമേ. Amen. As we preach the word of God, let us touch the lives of the people. ഈ സഭയിലെ മറ്റു കുടുംബങ്ങൾ പലയിടങ്ങളിലായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. Lord, protect each and everyone who are not able to come this morning. രക്തം കൊണ്ട് എല്ലാവരെയും മുദ്രവയ്ക്കുകയാണ്. Amen. Cover everyone with the blood of Jesus Christ. ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു പകലാക്കി തീർക്കണമേ. Amen. Let it be a morning that we will not be forgetting. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name.
ആമേൻ. Amen. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. Everyone who has the word of God can open the word of പുതിയ God. നിയമത്തിൽ എത്ര ലേഖനം ഉണ്ടെന്ന് അറിയാമോ? How many എപ്പിസ്റ്റൽസ് how many epistles are there in the New Testament? 27. Epistles. How many epistles? The letters of Paul. പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമില്ല. 13 കണ്ടോ അവിടെ പോന്ന പോട്ടെന്നേ ബ്രദർ പറ. അറിയത്തില്ല, അറിയാമെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. 21 പിന്നെ അടുത്ത പറ. 16 ആർക്ക് പറയാം? പ്രൈസ് ദി ലോർഡ്. അമ്മാമ പറഞ്ഞു 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. And he said that there is 21 epistles in the അതിൽ New Testament. 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാ. Out of that, 14 written by Paul. പൗലോസ് എഴുതിയ 14ാമത്തെ ലേഖനമാണ് ഇബ്രായ ലേഖനം. The 14th epistle that Paul wrote is Hebrews, book of നമുക്ക് Hebrews. അല്പസമയം ശാന്തമായിട്ട് പഠിക്കാൻ. നിങ്ങൾ ആരും ഉറങ്ങിപ്പോകരുത്. We're going to study the word of God. I just remind everybody, please don't sleep. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നെങ്കിൽ 3 കാരണങ്ങളുണ്ട്. If you are sleeping here, there is 3 reasons. ഒന്ന്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇവിടെ സമാധാനം ഉണ്ടെങ്കിൽ ഉറക്കം വരും. The first thing is that, as the word says, that I will sleep peacefully, so that means that there is peace here. ഇവിടെ ചർച്ചിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചാണ് ശുശ്രൂഷ ചെയ്തത്. ഇന്ന് രാവിലെ 6:45 ഞാൻ കിടന്നത്. So this morning I was only able to sleep morning around like 6:45. അപ്പൊ കൂടുതൽ ഉറങ്ങേണ്ട ഞാനല്ലേ ഇപ്പം. In that case, I should be sleeping more right now. അപ്പം സമാധാനം ഉള്ളത് കൊണ്ട് ഉറക്കം. ഇന്നലെ രാത്രി ഭാര്യയും ഭർത്താവും വീട്ടിൽ ഭയങ്കര അടിയായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. അതായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുമ്പോൾ എന്നെ കാരണം. There could be another reason also, maybe like we were having a lot of argument yesterday night and we were not able to sleep. രണ്ടാമത്തെ കാരണം ഹാർട്ടിന്റെ വാൽവിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉറക്കം വരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിപ്പോകുന്ന. There is another reason that people sleep is that because they have difficulties in their heart. അതാണ് യൂത്തിക്കോസിന് സംഭവിച്ചത്. That's what happened for Eutychus. മൂന്നാമത്തെ കാര്യം, Third reason, ഈ ബാങ്കുകാരും കടക്കാരും ഒന്നും വരത്തില്ല. ഇത് പള്ളിയല്ലേ, ഇവിടെ സമാധാനമുണ്ട്. the third reason is because nobody is going to bother us financially or anything because this is a church. അതുകൊണ്ട് എല്ലാവരും കണ്ണ് തുറന്നിരിക്കണം. That's the reason I'm telling everybody, please open your eyes. ശ്രദ്ധയോടിരിക്കണം. Let us be attentive. ഒരു വലിയ അനുഗ്രഹം ഇന്ന് പകൽ പ്രാപിച്ച് നമ്മൾ ഇവിടെ വിട്ട് മടങ്ങും. Amen. We will be able to receive a heavenly blessing and be able Praise to the go Lord. back. Amen. വൈകുന്നേരം വരെ പോയി. എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, വൈകിട്ട് 5 മണിക്ക് പോകണം എയർപോർട്ടിൽ. നല്ല ബ്രേക്കുള്ള വണ്ടിയാണ്, കൃത്യസമയത്ത് നിർത്തും. പറഞ്ഞു. Yeah. Pastor was telling that this vehicle has a really good brake. It will stop at the right time. പുള്ളി പെട്ടെന്ന് എയർപോർട്ടിൽ പോയി. ഓക്കെ, നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. Let us go back into the word. എബ്രായ ലേഖനത്തിന് കാതലായ വിഷയം യേശുക്രിസ്തുവിന്റെ നിത്യസത്യ പൗരോഹിത്യം എന്നുള്ളതാണ്. In Hebrews, the main point that Paul was mentioning was Jesus Christ priesthood. അത് കഴിഞ്ഞാൽ എബ്രായ ലേഖനത്തിൽ ഉയർന്നു നിൽക്കുന്ന വിഷയമാണ് വിശ്വാസം. After that, the main topic we see in Hebrews is faith. എന്ത് വിശ്വസിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. It is written in the book what we have to believe. ഒന്ന്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. The first thing is that anyone who comes to Jesus should believe that there is God. വിശ്വാസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? We all know what is faith. എന്താ വിശ്വാസം? What is faith? ആശിക്കുന്നതിന്റെ ഉറപ്പും. Amen. ഓക്കെ, എന്ത് വിശ്വസിക്കണം? What we should believe. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. We should believe there is God. എത്ര ദൈവമുണ്ട്? How many gods are there? ഇതെന്തോ പാസ്റ്റർ ഇവിടെ വന്ന് എത്ര ദൈവം ഉണ്ടെന്ന് ചോദിക്കുന്നു. What is the question is that why are you asking that how many gods are there? One God. പക്ഷേ ബൈബിൾ പറയുന്നു 2 ദൈവങ്ങളുണ്ട്. In the word it says that there are 2. നിങ്ങൾ മനസ്സിൽ പറഞ്ഞു, അയ്യോ IPSലെ പാസ്റ്റർ ദുരുപദേശം പ്രസംഗിക്കുന്നു. Now
Now you might be a little concerned and thinking, what is ഒന്നാമത്തെ Pastor ദൈവം getting to? ഒന്നാമത്തെ ദൈവം The first God, 1 യോഹന്നാൻ 5:20 First John chapter 5 verse 20. വാക്യങ്ങൾ വായിപ്പിച്ചു പോയാൽ ഇവിടെ എങ്ങും തീരില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. I don't want to keep reading the word, but I will tell what it is. അവിടെ വായിക്കുന്നു സത്യദൈവമായ നമ്മുടെ കർത്താവ്. It is mentioned there, the truthful God who is our God. എന്നാൽ രണ്ടാമതൊരു ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. There is a second God that God is telling about. 2 കൊരിന്ത്യർ ലേഖനം 4-ാം വാക്യം. 2 Corinthians chapter 4 verse 4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. So there is the second God that is the word of God mentioned is that the God of this age who makes the eyes of the believers darken so they won't see the mighty hands of the Lord Almighty. ഈ ലോകത്തിന് ദൈവം എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. There is a God that is mentioned that the God of this earth. നമ്മൾ ഈ ലോകക്കാരല്ല. We are not for this world. അവനും ബൈബിൾ മറ്റൊരു പദം പറയുന്നു, പിശാച്, സാത്താൻ. What is the word of God talks about നമ്മൾ സേവിക്കുന്നത് Satan. സത്യദൈവത്തെയാണ്. We are saving the God who is truthful God. ഞങ്ങളുടെ പിതാക്കന്മാർ പണ്ട് സേവിച്ചത് ഈ ലോകത്തിന്റെ ദൈവങ്ങളെയാണ്. Amen. What the forefathers were serving was that they were serving the God of this world. ഹൈന്ദവർ വിശ്വസിക്കുന്ന ദേവന്മാർ ഒന്നും സത്യദൈവമല്ല. Hindus believe that none of the gods are true God. അതിന്റെ മെയിൻ ദൈവം തന്നെ പീഡനക്കേസിലെ പ്രതിയാണ്, ബ്രഹ്മാവ്. The main in Hindus, the main God whom they are serving is not innocent. He is a fornicator. അപ്പം പീഡിപ്പിക്കുന്നവനെങ്കിൽ പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ. If they serve a God like that, how can a believer serve a true God? ഇസ്ലാമികൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം. Islam believes in Allahu. അത് AD 610 ജീവിച്ചിരുന്ന ഹുറൈഷി ഗോത്രത്തിന്റെ തലവനാണ്. He was the head of that tribe in AD 60 called Harishu. അദ്ദേഹം ആകാശമണ്ഡലത്തിൽ വസിക്കുന്ന മറ്റൊരു പൈശാചിക ശക്തിയാണ്. It's another person who lives among the high realms. അള്ളാഹുവിന്റെ നാമത്തിലാണ് ജിന്നിനെ ബന്ധിക്കുന്നത്. പിന്നെ അള്ളാഹു എങ്ങനെ ദൈവമാവും? They subdue the jinn in the name of Allah, and how can Allah be a God? നമ്മൾ സേവിക്കുന്ന ദൈവമാണ് സത്യദൈവം എന്നുള്ള ഉറപ്പ് ഉള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Whoever has the confidence that this God whom I am serving is the true God, let us praise God. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യദൈവത്തെ അറിവാനും അനുഭവിക്കാനും ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. Amen. The greatest believe or the greatest joy I have right now is that I was able to know the true and one only God. രണ്ടാമത്തെ വിശ്വാസം ഈ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന വിശ്വാസമാണ്. The second belief of faith is that whoever comes to this God, you have a reward. ഇന്ന് ഡ്യൂട്ടി മാറ്റി വച്ചു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. There could be people who wanted to change their work to attend this meeting today. പല തിരക്കുകൾ മാറ്റി വെച്ച് വന്ന പ്രിയപ്പെട്ടവരുണ്ട്. People who had to keep away their daily affairs and come for this meeting. നമ്മളാരും ഫ്രീ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. Nobody comes to the meeting because we are free. തീർച്ചയായും പ്രതിഫലം തരുന്നൊരു ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. There is a God who is able to reward among us. കർത്താവ് വന്നിടത്തെല്ലാം കർത്താവ് തൊടാതെ ആരെയും തിരിച്ചയച്ചിട്ടില്ല. Amen. Every places that God came, he never sent anybody without touching. പ്രതിഫലം, ഏറ്റവും വലിയ പ്രതിഫലം കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണെങ്കിലും ഈ ഭൂമിയിലും ന്യായമായ പ്രതിഫലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Amen. Even though we have the greatest reward is when we go to the Lord Almighty in heaven, God is also able to bless us in this earth. നമ്മൾ വായിച്ച വാക്യം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. The word of God, we read that without faith we cannot please God. 7 steps of faith, വിശ്വാസത്തിന്റെ 7 പടികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We are going to study 7 steps of faith. എഴുതിയെടുക്കുന്നവർക്ക് നല്ല നോട്ട് കിട്ടും എന്റെ പ്രസംഗത്തിൽ. If you want to take down the notes, you can take it down. ഞാനൊക്കെ എഴുതിയെടുക്കുന്ന ഒരാളാണ്. I am a person who take down notes. ഒരുപാട് നോട്ടുകൾ എന്റെ ബൈബിളിൽ ഇരിപ്പുണ്ട്. There's a lot of notes in my Bible. ഈ ബുദ്ധിയില്ലാത്തവരാണ് എഴുതിയെടുക്കുന്നത്. The people who can't remember write it down. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കമ്പ്യൂട്ടർ തലകളാണ്. But the rest all have this computer mind in there. എല്ലാവരും അകത്ത് സ്റ്റോർ ചെയ്യണം.
we are supposed to let's pray that everybody will store inside us. എന്റെ പ്രസംഗം കഴിയുമ്പോൾ രാത്രി 12 മണിക്കൊന്ന് വിളിച്ചാൽ നിങ്ങൾ കാണാതെ പറയും പോയിന്റുകൾ. അങ്ങനെയാണ് ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. God is going to teach everybody that, like, you will remember all the points even at the midnight if I ask what was. Faith number 1, faith of salvation. ഒന്നാമത്തെ വിശ്വാസം രക്ഷയുടെ വിശ്വാസം. Faith number 1, the point is faith of salvation. അതിന് 3 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് പരിചയപ്പെടുത്താം. There is 3 Bible references, verses I want to remind you. എല്ലാ വാക്യമൊന്നും വായിപ്പിച്ച സമയം ഇല്ല, പറഞ്ഞു വിടാം. I will mention all 3 Bible verses. അപ്പോസ്തലപ്രവൃത്തി 16:31. Acts chapter 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in the name of the Lord Jesus Christ, then you shall be saved. റോമർ 10:9. Romans chapter 10 verse 9. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാഗൊണ്ട് ഏറ്റു പറയണം, എന്നാൽ രക്ഷിക്കപ്പെടും. You should believe in your heart that Lord Jesus is the Lord and confess with your mouth, then you will be saved. മർക്കോസ് 16:16 വിശ്വസിക്കുക, സ്നാനമേൽക്കുക, രക്ഷിക്കപ്പെടും. I mean, Mark chapter 16 verse 16, when you believe and if you get baptized, you will be saved. രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളുണ്ട്. There is 3 situations for the salvation. 1 രക്ഷിക്കപ്പെട്ടു, First one, you get saved. 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, Second one, you are being saved. 3 രക്ഷിക്കപ്പെടും. Third one, you will be saved. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് About that, Paul is telling. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നാണ്. And who will be saved is, Paul is mentioning that if you stand firm till the end. രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ മരണത്തിലോ കർത്താവിന്റെ വരവിലോ ആണ്. When does the salvation get complete? It is either in our death or when the Lord Jesus Christ comes the second time. രക്ഷിക്കപ്പെടുന്നതിലൂടെ When we get saved, ആദ്യം സംഭവിക്കുന്നത് യേശു നമ്മുടെ ഉള്ളിൽ വരികയാണ്. what does that happen? The first thing is that Jesus Christ comes to our heart. എല്ലാവരും ശ്രദ്ധിക്കണേ. Everybody please listen. നിങ്ങൾ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടപ്പോൾ വാസ്തവത്തിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു. When you accepted Jesus Christ as your personal savior, he came into your heart. ഹലോ, കുഴപ്പമില്ല, പ്രാർത്ഥിച്ചതാ. And then I was praying. അതായത് That's it. പഴയ നിയമത്തിൽ 4 ദൈവാലയങ്ങൾ ഉണ്ടായിരുന്നു. In the Old Testament, we can see that 4 churches. സമാഗമന കൂടാരം, There was a place of Ark Covenant, ടാബർനാക്കൽ, Tabernacle. ശലോമോന്റെ ആലയം, There was the Temple of Solomon. സെരുബാബേലിന്റെ ആലയം, There was the temple for Zerubbabel. ഹെരോദേസിന്റെ ആലയം. And there was the temple for Herodes. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ When we come into the New Testament, യു ആർ എ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. we are the temple of God. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. Jesus is dwelling inside us. യേശു കർത്താവ് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ? Do you know where is Jesus Christ right now? നാം സ്വർഗത്തിലുണ്ടോ? It's about സ്വർഗത്തിൽ കൊണ്ടിരുത്തി കർത്താവിനെ. Jesus Christ is in heaven. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. He is inside each one of us. കർത്താവ് നമ്മളിൽ ഉണ്ടെങ്കിൽ If Jesus Christ is inside you, നമ്മൾ വരുന്ന മാറ്റങ്ങൾ 1-2 കാര്യം ഞാൻ പറയാൻ I പോവാ. just want to mention about some of the changes that should come in our life. ഒന്ന്, നാം പറയുന്ന വാക്കിന് അധികാരമുണ്ടാകും. First one is that our words are authority. മറിയോട് ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ച ഒരു മോനെ പ്രസവിക്കാൻ പോവാ. When the angel spoke to the Mary that you are going to conceive a child, and അവൾ you're going പറഞ്ഞു, to അതെങ്ങനെ deliver, സംഭവിക്കും? and Mary was telling how it is going to happen. അദ്ദേഹം പറഞ്ഞു, എലിശബത്തിന്റെ ഭർത്താവിനോട് 6 മാസം മുമ്പ് ദൂത് പറഞ്ഞ ദൂതനാണ് ഞാൻ. Then the angel said that I'm the same angel who gave the prophecy to Elizabeth's husband. അവൾ 6 മാസം ഗർഭിണിയാണ്, ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. And the angel told to Mary that go and ask, she is 6 months pregnant. Go to Elizabeth. കഴുതപ്പുറത്ത് മറിയ യാത്ര ചെയ്ത് എലിശബത്തിനെ കാണാൻ പോവാ. That time that Mary started a journey to see Elizabeth. ദൂരെ നിന്ന് എലിശബത്തിനെ കണ്ടപ്പോൾ മറിയ ഷാലോം എന്ന് വന്ദനം പറഞ്ഞു. When Elizabeth saw Mary from long distance, she said shalom. നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് പോലെ Like we say praise the Lord to greet each other. ഷാലോം എന്ന വാക്കിന് സമാധാനം എന്നർത്ഥം. What is the meaning of the word shalom? It is peace. ഈ ശബ്ദം കേട്ടപ്പോൾ When he heard the voice, എലിശബത്തിന് ഉള്ളിലെ യോഹന്നാസ്നാപകൻ കുഞ്ഞു തുള്ളി. the baby heard the voice inside Elizabeth. He started to വളരെ dance. ശ്രദ്ധിച്ചിരിക്കണം ഇന്ന് പകലിൽ. Everybody please listen. അപ്പോൾ ഞാൻ ചോദിച്ചു, മറിയ, ഇതിനു മുൻപും നീ യഹൂദ സ്ത്രീകളോട് വന്ദനം പറയാറില്ലേ? I was thinking that even before this, don't you, Mary, don't you just say shalom to all the Jewish
people. എനിക്ക് കിട്ടിയ ആൻസർ എല്ലാ സ്ത്രീകളോടും വന്ദനം പറയാറുണ്ടായിരുന്നു. What is the answer? What I was able to find? They do ജീവിതം- say and shalom for everybody. ജീവിതത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. But this is the first time in life something happens like this. എന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരുത്തിയുടെ ഗർഭത്തിൽ പിള്ള തുള്ളുകയാണ്. The voice when Mary spoke, then the baby inside Elizabeth started to move. അതിന് കാരണം What is the reason for that? ഇപ്പോൾ ഞാൻ പോയത് ഒറ്റയ്ക്കല്ല, എന്റെ അകത്തൊരു വിശുദ്ധ ഹൃദയം കൊണ്ടാണ്. That's the reason, because Mary did not go alone. Mary went with Jesus conceived in her. ഇന്ന് നമ്മുടെ അകത്തിരിക്കുന്നത് ഉണ്ണിയേശുവല്ല, മരണത്തെ ജയിച്ച യേശുവാണ്. Today we have the Lord Jesus Christ, who is not yet born. He born again and hallelujah resurrected from the dead. യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, If you believe that Jesus Christ is in your life, നിങ്ങൾ പറയുന്ന അന്യഭാഷയ്ക്ക്, നിങ്ങൾ പറയുന്ന സ്തോത്രത്തിന് ചലിപ്പിക്കുവാനുള്ള അധികാരമുണ്ട്. there is authority in the words that you speak. There is authority in the in tongues when you speak. അത് എവിടെ എന്ത് ഒളിച്ചിരുന്നാലും അത് ചലിക്കും. Wherever it is hidden, it will start moving. ഇന്ന് രാവിലെ ശരീരങ്ങൾ മറന്നിരിക്കുന്ന രോഗങ്ങൾ ചലിക്കാൻ പോകുകയാണ്. Amen. I pray that this morning God is going to heal the sickness that is inside your body. നിങ്ങൾ അറിയാതെ മറന്നിരിക്കുന്ന ആഭിചാര ശക്തികൾ ചലിക്കാൻ പോകുകയാണ്. He is going to cast out all the wicked schemes of the devil, that demonic devils that he is trying to hide inside the ഈ body. ദേശത്ത് ദൈവത്തിന്റെ സഭയ്ക്കെതിരെ വച്ചിരിക്കുന്ന സകല പൈശാചിക കുടിയിരിപ്പുകളെയും ഇന്ന് രാവിലെ ചലിപ്പിക്കാൻ പോകുകയാണ്. God is going to move away all the schemes of the devil, that is hallelujah darkness of this age. കരം തട്ടി ആത്മാവിൽ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. Amen. Hallelujah. Let's praise God by clapping our hands and give him all the glory. ഒരു അസാധാരണമായ ദൈവശക്തി ഇന്ന് പകലിവിടെ ചലിക്കാൻ പോകുകയാണ്. There is going to be a move of God among each one of you. എന്റെ വൈഫിന്റെ ക്യാൻസറിനെ മുഴ മാറ്റിയതുപോലെ Amen. The God who removed the cancer from Pastor's ചില wife's ശരീരത്തിൽ life, മറന്നിരിക്കുന്ന ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റാൻ പോകുകയാണ്. God is going to remove the sickness that is hidden in your life. നിങ്ങൾ ആരോടും പറയാതെ ചുമക്കുന്ന വേദനയാകാം. I mean, it could be the pain that you are being carried by not telling anybody. അതിനെ ഇളക്കി മാറ്റാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. The Jesus Christ is among our midst, who is able to take away that pain. വചനം വിശ്വസിക്കുന്നവർ അനുഭവം പ്രാപിച്ചു വിടുന്ന മടങ്ങുമെന്ന് പകലിൽ. Amen. I believe that if you believe in the word of God, you will be able to receive that ഒരു deliverance. പക്ഷെ നിങ്ങൾ വിട്ടേച്ചു വന്ന ഭവനത്തിലാകാം, It could be the place where you came from. നിങ്ങളുടെ തലമുറകളിലാകാം, It could be in your children's life. നിങ്ങളുടെ ശുശ്രൂഷകളിലാകാം, It could be in your ministry. നിങ്ങളുടെ It ഓഫീസുകളിലാകാം, could be in your offices. നിങ്ങളുടെ ആത്മിക ജീവിതത്തിലാകാം, It could be in your spiritual നിങ്ങളുടെ life. സ്വദേശത്താകാം. It could be in the place where you came from. എവിടെയാണോ ശത്രു ബന്ധിച്ചത്, Wherever the Satan put the dog. ഇന്ന് പകലിൽ അതിനെ അഴിച്ചു മാറ്റാൻ പോകുകയാണ്. I mean, God is going to remove that bondages this morning. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, Let the power of the God be moving. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Let the power of the God be moving. ശരീരങ്ങൾ വിടുവിക്കപ്പെടട്ടെ, Let the hallelujah heal. Let there be healing. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. Amen. Sickness be moved away. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the name of Jesus. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. There will be hallelujah miracles happening. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Whoever believes, let them give praise to God. യേശു നമ്മുടെ ഉള്ളിൽ വന്ന രണ്ടാമതുണ്ടാകുന്ന പ്രത്യേകത, What is the second thing that will happen? Second യേശുവിന്റെ thing when Jesus യേശുവിന്റെ comes. ഡെഡ് ബോഡി കല്ലറയ്ക്കകത്ത് വെച്ചു. I mean, they kept that body of Jesus inside the cave. കല്ലറയുടെ മുൻപിൽ കല്ലുരുട്ടി വെച്ചു. They kept the big stone in front of the cave. അതിന്റെ പുറത്തൊരു ഇമ്പീരിയൽ സീൽ വെച്ചു. In front of the top, on top of that, they put their big Roman seal. അന്ന് ജീവിച്ചിരുന്ന റോമ ഗവർണറുടെ മുഖമുദ്ര അടങ്ങിയ സീലാണ് ഇമ്പീരിയൽ മുദ്ര. What is the imperial seal? It is that face head of the Roman emperor who was living that time. പുറത്തിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുഖമുദ്ര ഉള്ള സീലാണ്. The outside is the seal has a human face in that. പക്ഷെ അകത്തിരിക്കുന്നത് ആരെന്നറിയാമോ? But who is inside the tomb? എബ്രായർ ലേഖനം 1:3 പറയുന്നത്, When we read from Hebrews chapter 1 verse 3, അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാകുന്നു. he is the one who is the light of God Almighty. അവിടെ കാണുന്ന വാക്കാണ് എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ എന്നൊരു വാക്ക്, ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രതിച്ഛായ. I mean, what we see here in that is that he is the majesty in heaven, the right. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. What did Jesus say? The one who has seen me has seen God, the radiance of God's glory. ഞാനും പിതാവ് ഒന്നാകുന്നു. Jesus said that I and my Father is one. അങ്ങനെ ഇന്ന് നമ്മുടെ അകത്തിരിക്കുന്നത് യേശുവിന്റെ ഡെഡ് ബോഡി അല്ല.
this morning, it is not the dead body of Jesus Christ who is in us. ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് മരണത്തെ ജയിച്ച യേശുവാണ്. Today, this morning, we have Jesus Christ who has resurrected and overcome the death. നിങ്ങളുടെ ഉള്ളിൽ മരണത്തെ ജയിച്ച യേശു ഉണ്ടെങ്കിൽ, If you have the Lord Jesus Christ who has resurrected in your heart, നിങ്ങളുടെ മുമ്പിൽ ഒരു മുദ്രയും വിജയിക്കുകയില്ല. none of the seal that is in front of you will come to successful. 3 ടൈപ്പ് മുദ്രകളാണുള്ളത്. There are 3 types of seals. ഒന്ന് മാനുഷിക മുദ്ര, There is a human seal, മറ്റൊന്ന് പൈശാചിക മുദ്ര, there is an ungodly seal, മറ്റൊന്ന് നിയമത്തിന്റെ മുദ്ര. there is a lawful seal. മാനുഷിക മുദ്ര വെച്ച് നോക്കുമ്പോൾ ഞാനിവിടെ നിൽക്കേണ്ടവനല്ല. When I look through the eyes of human seal, I won't be able to stand. എന്റെ കുടുംബത്തിൽ എന്നെ പൊട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. In my family, people used to call me fool. ഞാൻ എന്റെ അനുഭവമുള്ള ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ട്, ഒരു 23 മിനിറ്റ്. There is a 23 minutes of documentary outside. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു, ടിവിയിൽ അത് കണ്ടു. I was able to see in TV. അത് കണ്ടിട്ട് കരയാത്തവർ കുറവാണ്. There are only very few people who won't be able to cry. ഓലയിട്ട ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ വളരുന്നത്. I started growing up in a very small house. എന്റെ വിവാഹം കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞാണ് വീട്ടിൽ കറണ്ട് ലഭിക്കുന്നത്. It's after many years after I got married, I got electricity in my house. പട്ടിണി കിടന്നിട്ടുണ്ട്. As many times I've been had no food. ഭക്ഷണത്തിന് വേണ്ടി ഞാൻ കൈ നീട്ടിയിട്ടുണ്ട്. I have stretched my hands for food. ഈ പശുവിന് പുല്ല് പറിച്ചു കൊടുക്കുമായിരുന്നു. I used to get grass for feeding the cattle. എന്നെ 18ാമത്തെ വയസ്സിൽ ഞാൻ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയിട്ടുണ്ട്. At the age of 18, I went into restaurants to work there. ഒരു കണ്ണും ഒരു ചെവിയും പൊട്ടനായിരുന്നു ഞാൻ. I was blind and 1 ear deaf. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും പറഞ്ഞു, ആ ഇളയ ആ പയ്യന്റെ കാര്യമാണ് കഷ്ടം, അവന്റെ കാര്യം എന്താവോ. All my family members used to say that, oh, I'm very sad about the youngest son because he മൈനസ് 13.5 ആയിരുന്നു എന്റെ റൈറ്റ് സൈഡ് ഗ്ലാസ്. 13.5 ആയിരുന്നു ഗ്ലാസ്. my eyesight was like minus 13.5. ഇപ്പൊ 0.5 ഉള്ളൂ. ദൈവം എന്നെ സൗഖ്യമാക്കിയതാ. God healed and I have only 0.5. എന്നെ വിളിച്ചിരുന്ന പൊട്ടനെന്നാ. There people used to call me fool. പക്ഷെ എല്ലാവരുടെയും നിയമത്തെ, മാനുഷിക നിയമത്തെ പൊട്ടിച്ചുകൊണ്ട് ദൈവം ലോകത്തിൽ രാജ്യങ്ങൾ അയച്ചു. Amen. And God was able to break down all the human laws and send me to many nations to preach. ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയിലെ പ്രോഗ്രാം മാനേജർക്ക് പിശാച് ഒഴിപ്പിക്കാൻ കർത്താവിനെ കൊണ്ടുപോയി. God took me to Indian US embassy in India so that I would pray for him. ഒരുപാട് പോലീസുകാർക്ക് ഞാൻ പിശാച് ഒഴിപ്പിച്ചിട്ടുണ്ട്. I was pastor was able to heal or get rid of the Satan from many police people. ഞങ്ങളുടെ അവിടുത്തെ വെള്ളനാടത്തെ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് പിശാച് ഒഴിപ്പിക്കാൻ കർത്താവിനെ സഹായിച്ചു. The Panchayat, like the local body president or the secretary over back in Kerala where I live, the village, God used pastor to cast the devil out of him. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് കൊണ്ടുപോയി. God took pastor to the previous president's house from that village. അവിടുത്തെ ഇപ്പോഴത്തെ BJPയുടെ വാർഡ് മെമ്പർ ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസിയാ. I mean the BJP person who is like the local committee member and the village ward member over there, he is the believer in pastor's ഭയങ്കര church. ഹൈന്ദവ സ്ത്രീയാ. She was a Hindu from the Hindu നമ്മുടെ background. വിശ്വാസികളെക്കാളും നേരത്തെ വരും, മുഴങ്കാലിൽ നിന്ന് കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് അവർ കസേര ഇരിക്കുള്ളൂ. She will come very early to our church, bow down before God, pray, and then only she will go sit in the chair. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീ. I mean, she really is afraid of God. ഇന്ന് കാര്യങ്ങളെല്ലാം കൊണ്ട് തിരിഞ്ഞു. Now everything started to turn around. ഞാൻ പറയുന്നു, നമുക്ക് നമ്മെക്കുറിച്ച്, നാട്ടുകാർക്ക് നമ്മെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. There are a lot of expectations from our neighborhood about the children of God. ആ മാനുഷിക മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. Amen. And God is able to bring us out of that human thoughts. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. Whoever believes, let us say amen. കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തിരിക്കും. God is able to do greater things. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നടക്കില്ല. Amen. You won't be getting what you are expecting, ദൈവത്തിന്റെ പദ്ധതി പോലെ നടക്കും. but it will happen according to God's will. നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ ക്യാൻസൽ ആകും. Amen. A lot of our thoughts might get cancelled, ദൈവത്തിന്റെ പ്ലാൻ നമ്മൾ നിറവേറും. and God's plan will be implemented in our life. രണ്ടാമത്തെ മുദ്ര Second seal, പൈശാചിക മുദ്രയാണ്. the demonic seal. നമുക്ക് എല്ലാവർക്കും ഒരു ജന്മനക്ഷത്രം ഉണ്ടായിരുന്നു, അറിയാമോ? There could be the birth star for each one of us. എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ ജന്മനക്ഷത്രം? എൻ്റെ തിരുവാതിരയാണ്.
If anybody knows about like the birth stars about, അങ്ങനെ ആർക്കും അറിയില്ല. ഒരാളെങ്കിലും ഉണ്ടല്ലോ. സ്വോത്രം. there is one person who knows about that. പറയാൻ പറ്റിയ നാളാണോ ആൻറ്റി? എൻ്റെ അപ്പൻ്റെ തൃക്കേട്ടയാ ഫാദറിന്റെ. Pastor's fathers was ഞങ്ങൾക്ക് ജന്മനക്ഷത്രത്തിൽ ജാതകം എഴുതും. so in their time they used to write about his ജാതകം ജ്യോത്സ്യനെ കൊണ്ട്. the prophecy, the future. പക്ഷേ ജാതകം അനുസരിച്ച് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ആളല്ല. As per their fortune telling for her pastor's father, he is not supposed to leave പക്ഷെ today. കൃപയിൽ വന്നപ്പം ഞങ്ങളുടെ നാള് മാറി. But when he came to grace, that changed. ഇപ്പൊ നമ്മുടെ നാളെ ഏതെന്നറിയാമോ? Now, do you anybody know what is our star, like birth star? അപ്പോസ്തലർ പ്രവൃത്തി 2:1 We can read that in Acts chapter 2 verse 1. നമ്മുടെ നാളെ ഏതാ സിസ്റ്ററെ? What is our birth star? പെന്തക്കോസ്ത് നാൾ. That is the Pentecostal star. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു നാളേ ഉള്ളൂ. There is only one, hallelujah, star in our life, that is the Pentecost. പെന്തക്കോസ്ത് നാളിൽ വന്നപ്പം നമ്മുടെ പഴയ നാളിലെ മുദ്ര പൊട്ടിമാറി. When we came into Pentecost, everything that Satan tried to do on the behind is already gone. ഇന്ന് പകലിൽ പിശാചിനും അവന്റെ ശക്തികൾക്കും നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ഒന്നും നിറവേറാതെ അവൻ പരാജയപ്പെട്ടു പോകാൻ പോകുകയാണ്. Amen. I believe that this morning every schemes of the devil that is against your life will be cancelled out. ഡാളസിലും ഷിക്കാഗോയിലൊക്കെ ഒത്തിരി പേരുടെ ശരീരത്തിൽ ഭൂതങ്ങൾ ഇളകത്തുള്ളി. Amen. The many places in Dallas and Chicago that God delivered a lot of people. ഞാൻ പിശാച് പറയുന്നു, ഞാനിവിടെ കൊല്ലാൻ വന്നതാണ്, ഇവനെ കൊല്ലാൻ വന്നതാണ്. Satan is trying to say that I came to take his life, പക്ഷെ കൊല്ലാൻ പറ്റുന്നില്ല. but he's not able to kill. കാരണം ദൈവം ഇവന്റെ കൂടെ ഉണ്ട്, ഇവളുടെ കൂടെ ഉണ്ട്. But because Jesus Christ is with every person. നമുക്കെതിരെ എഴുതി വെച്ച പൈശാചിക മുദ്രകളെ നമ്മൾ അറിയണം. Amen. When we pray, we will be able to see that what Satan has written against ഈ us. മുദ്ര പൊട്ടിയില്ലെങ്കിൽ കുടുംബജീവിതം നേരെ പോകില്ല. When we have to break those seals that Satan is putting, and so that we can have a peaceful family life. ഫാമിലിക്കകത്ത് കാരണം കൂടാതെ ഡിസോർഡർ ആകുന്ന അനുഭവം, മീൻസ് വഴക്കുകൾ ഉണ്ടാകുന്ന അനുഭവം. When there there's arguments in the family life, കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത അനുഭവം, when there is no peace inside the family life, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അനുഭവം, when the situation argument comes up that is trying to fight against husband and wife, ബെഡ്റൂമിനകത്ത് വരെ പിശാച് പ്രവർത്തിക്കുന്ന അനുഭവം, when Satan tried to work even in the bedrooms, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വിരുദ്ധമായി തിരിക്കുന്ന അനുഭവം, when the situation happens that our children stands against നമ്മൾ their parents, സ്നേഹിച്ച് വളർത്തിയ മക്കളെ നമുക്കെതിരായി മാറ്റുന്ന അനുഭവം പൈശാചിക മുദ്രകളാണ്. when children start to fight against the children, against the parents, it could be the spiritual, like demonic powers. ഇംഗ്ലണ്ടിൽ ഒരു സഹോദര ശരീരത്തിൽ 30 പിശാച് വെളിപ്പെട്ടു. When I was pastor was in UK, there was almost 30 demons manifested in that lady. അത് സ്വദേശത്തു നിന്ന് ആഭിചാരം ചെയ്ത് വിട്ടതാ. That came after the witchcraft. അതിൽ ഒരു ശക്തി ഡ്രാഗൺ ആയിരുന്നു. ഡ്രാഗൺ. One witchcraft, like one demonic power was dragon. നിങ്ങൾ വളരെ സീരിയസ് ആയി കേൾക്കണം ഈ ശബ്ദം. You should seriously hear this. പിശാച് പറഞ്ഞ ഞാൻ ഡ്രാഗൺ ആണ്. Satan was telling, I'm dragon. ഞാൻ ചോദിച്ചു, നിന്റെ ക്ഷേത്രം എവിടെയാണ്? The pastor asked, like, where are you from? ഞാൻ ഈ ദേശങ്ങൾ എല്ലായിടത്തും ഉണ്ട്, എനിക്ക് പ്രത്യേക ക്ഷേത്രമൊന്നുമില്ലെന്ന് പറഞ്ഞു. The Satan was telling that I don't have a specific temple, but I'm here all over. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മോൻ അവിടെ ഉണ്ട്. There is a kid who is studying in the second grade. പിശാച് പറഞ്ഞു, ഇവന്റെ ശരീരത്തിൽ ഞാനുണ്ട്. Satan started to say that I am in this kid. ഇവൻ രാത്രി കിടന്നിട്ട് കൈയും കാലും വിട്ടടിക്കും, വൈബ്രേഷൻ ചെയ്യും. This kid will start vibrating. He will shiver a lot at night. പെട്ടെന്ന് ദേഷ്യം വരും. He will be so much in anger. ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുമ്പോൾ കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് താഴെ അടിക്കും. Like the kid is so violent that he needs everything at that moment, even the breakfast. ഭയങ്കര ദേഷ്യം. He's very angry. പഠിക്കാനിരിക്കുമ്പോൾ 2 കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കും. When the kid starts to learn, there will be this eye drops coming out of his both eyes. പക്ഷേ ടിവിയിലൂടെയും പിന്നെ ഐപാഡിലൂടെയും മൊബൈലിലൂടെയും എന്റെ ഗെയിമുകളാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കയറിയത്. Satan started to tell that they are watching all this ungodly games and ungodly things through different media. That's how I
into them. ഞാൻ ചോദിച്ചപ്പോൾ അപ്പം പറയുന്നു, പാസ്റ്റർ ഇവന് ഡ്രാഗന്റെ ഗെയിമുകൾ കാണാനാണ് ഇഷ്ടം. ഗെയിമുകൾ. When I inquired about the parents said that yes, my child always wants to learn about the പിശാച് in the പറഞ്ഞു, തെളിവ് ഞാൻ തരാന്ന് പറഞ്ഞു. Satan tried to show the evidence. ഇവിടുത്തെ വാഷ്റൂമിനകത്ത് എന്റെ രൂപം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. Satan told that inside the washroom there is my പോയി face. നോക്കി ഒരു ടോയ് ഇരിക്കുന്നു, ഒരു പച്ച കളറിലുള്ള ഒരു പ്രതിമ. ഈ ഡ്രാഗന്റെ കളിക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്തതാ. There, when they went to the restroom and checked, there was a dragon, a toy that was given to this kid to play. ആ കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവന്റെ ശരീരത്തിൽ പിശാച് വെളിപ്പെട്ടവൻ താഴെ വീണു. And when I called that kid and started to pray for that kid, and God delivered him. നിങ്ങൾ അറിയണം, സർവ്വലോക ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. We have to understand that the whole world is under the influence of the world. പൈശാചിക ശക്തിയുടെ ഇരിപ്പിടങ്ങളെ ഇളക്കാനാണ് ഈ ആരാധനയുടെ വച്ചിരിക്കുന്നത്. Amen. All of us, we come to presence of God and worship Him so that we will be able to shake the thrones of Satan. നിങ്ങളുടെ ഫാമിലിക്കകത്ത് ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം പിശാചാണ്. We should understand that when there is a lot of family conflicts in your life, Satan is behind it. ഞാൻ ഇന്നലെ ഒരു അനുഭവം ഇവിടെ പറഞ്ഞു. I told one experience yesterday. ഡാളസിൽ ഒരു കൊട്ടാരം പോലുള്ള ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. I went to a very wealthy person's house in Dallas. ഭർത്താവും ഭാര്യയും ഡോക്ടർമാരാ. They both are doctors, physicians. 4 തലമുറ ജീവിക്കാനുള്ള സ്വത്ത് അവർക്കുണ്ട്. They have a lot of money for us to sustain for many generations. വീട് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. We will be so scared we will be so surprised if we see the 3 house. കുട്ടികളുണ്ട്. They have 3 children. ഭയങ്കര സെറ്റപ്പുള്ള ഫാമിലി. They have a lot of wealth. ഞാൻ ചെന്നപ്പോൾ വിചാരിച്ചു ഇവർക്ക് വേണ്ടി എന്തോ പ്രാർത്ഥിക്കാനാ. When I went to their house, I was wondering what can I pray for them. എന്ന് ഞാൻ വിചാരിച്ചു. I was thinking pastor was thinking like that. പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ, ഹസ്ബൻഡിന്റെ ഡോക്ടറുടെ ശരീരത്തിൽ പിശാച് വെളിപ്പെട്ടു. As the pastor was praying, demons started manifesting from പിശാച് പറഞ്ഞു, ഇവന്റെ വെയിൻ കട്ട് ചെയ്യിപ്പിച്ചത് ഞാനാണ്. Demon started to say that it's Satan who cut the vein. ഇവളെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഞാനാണ്. Demon started to say that it is Satan who tried to convince that wife to have suicide. ഇവരെ തമ്മിലടിപ്പിക്കുന്ന ഞാനാണ്. Satan started to say that this is Satan's plan to ഡിവോഴ്സിന് കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ച ഞാനാണ്. Satan told that it was him who encouraged them to give paper for divorce. ഭദ്രകാളി എന്നൊരു ശക്തി തുള്ളി മാറി. Amen. There was this wicked demon that started to dance and move away. ഭൂതകരമായ മാറ്റം കുടുംബത്തിൽ വെളിപ്പെട്ടു. There was a big deliverance in that family. ഈ വരുന്ന 19-ാം തീയതി വീണ്ടും ഒരു സ്തോത്ര പ്രാർത്ഥനയോടെ വെച്ചിരിക്കുക. In this coming 19th, there is a deliverance prayer. അദ്ദേഹത്തിന്റെ വൈഫിന്റെ അമ്മ എന്നെ വിളിച്ചു. The mother of this husband called me. പാസ്റ്റർ എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. The mother said that I don't know how to thank God. ഞങ്ങളുടെ തലമുറകളുടെ കുടുംബജീവിതം രക്ഷിച്ചതിന്. Amen. To saving our children's life. ഞാനല്ല രക്ഷിച്ചത്, പരിശുദ്ധാത്മാവാണ് രക്ഷിച്ചത്. It is not I who saved him, it is Holy Spirit who saved him. ഞാനിവിടെ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ When I speak the word of God, ചില വീടുകൾക്കകത്തുള്ള ദുരന്തങ്ങൾ ദൈവം എടുത്തു മാറ്റാൻ പോവാ. God is going to move away certain curses from the നിങ്ങൾ house. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. Let's pray. തെർമോമീറ്റർ കടിച്ചു പിടിച്ച് ഡോക്ടർ മുമ്പിൽ പനി ബാധിച്ച രോഗി ഇരിക്കുമ്പോൾ ഇരിക്കരുത്. Let us not sit in front of the doctor who is very sick. Let us be very active. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. Let us praise God. ഇന്ന് രാവിലെ അത്ഭുത വിടുതൽ കുടുംബങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. Amen. I believe that. Amen. Holy Spirit is going to bring deliverance in the house of പൈശാചിക God. മുദ്രകൾ അഴിയാൻ പോകുകയാണ്. Amen. Hallelujah. Schemes of the devil is going to be broken. ചില നിയമത്തിന്റെ മുദ്രകൾ അഴിയാൻ പോകുകയാണ്. Amen. The seeds of the Lord is going to move away. അതുരാ ജഗപ്രൗഢമൻ ഹംദൽ ഘടകസി അന്യഭാഷ ദൈവമക്കൾ അന്യഭാഷ അല്പസമയം പ്രാർത്ഥിച്ചാണ്. ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഹോളി ചലിക്കാണ്. സുടരകതല ഘടക സ്തംഭരാജകസി അന്തരാ ജഗദാ വൈഡാ മനയാ രഗന്ധന് അർത്ഥരാജകക്ഷ പ്രൗഢമലഘടകസിയ അതരാജഗത പ്രൗഢമരംതല വൈഡവരാജകസിയ ഉടമനാരഗന്ധന വൈഡ പ്രൗഢമലഘടകസി. യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക മുദ്രകൾ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറേണ്ടതിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. I pray that in the name of Jesus, hallelujah, all the Satan's plan ദൈവത്തിന്റെ